ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് എസ് കെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതേ ആരാധ്യത കുടയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇന്ന് കറണ്ട് കട്ടാണ്. രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് എത്തുള്ളൂ. അത് കാരണം എന്തായാലും നമുക്കൊരു ചെറിയൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള സാധനങ്ങളും ഒക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കട്ടൻ കാപ്പി കാര്യങ്ങൾ, പിന്നെ ഒരു സ്ഥലം വരെ പോകണം നമുക്ക് തുണി ബട്ടൺ വയ്ക്കാൻ വേണ്ടിയിട്ട്. അതിനുള്ള സാധനങ്ങൾ ചേർത്തു നമ്മൾ വണ്ടിയുടെ ബാക്കിൽ ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ അമ്പാടിക്കുട്ടനാണെങ്കിൽ നല്ല സന്തോഷത്തിലാണ്. പിന്നെ നല്ല മഴയുള്ള സമയമാണ് കേട്ടോ. ഇപ്പം ഇത്തിരി മഴ കുറവാണ്. രാവിലെയൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്തായിരുന്നു. അപ്പോൾ അതേ ഞങ്ങളിപ്പോൾ ഒന്ന് മഴയത്തൊരു സ്ഥലം വരെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഒരു പോവാണ് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അല്ല പനിയുടെ പുളി എടുത്തു വന്നിട്ട് പനിയുടെ പുളി ഇല്ല വാങ്ങാം. അപ്പൊരില്ലേ വേറൊരാള് വരുന്നത്. അങ്ങനെ ഞങ്ങള് കാണുന്നതാണ് നമ്മുടെ സ്നേഹതീരം ബീച്ചിലേക്കാണ് വന്നേക്കണത്. നല്ല മഴയും കാര്യങ്ങളാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ നല്ല തിരമാലയുടെ ശബ്ദവും കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നു. നല്ല മഴയത്താണ് നമ്മൾ ബീച്ച് കാണാൻ വന്നേക്കണത്. അപ്പോൾ ബീച്ചിന് അടുത്ത് തന്നെ നമ്മുടെ ഒരു വീടുണ്ട് കേട്ടോ. ഒരു അച്ചാച്ചൻ്റെ അമ്മമ്മയുടെ വീടുണ്ട്. അവിടേക്കാണ് നമ്മളിപ്പോൾ വന്നേക്കണത്. അപ്പോൾ ഞങ്ങളിപ്പോൾ സ്നേഹതീരത്തേക്ക് വന്നേക്കാണ് കേട്ടോ. അവിടെ നമ്മുടെ ഒരു വീടുണ്ട്. അപ്പോൾ അവിടേക്ക് ഒരു അമ്മൂമ്മേനെ കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ആരാധ്യ അപ്പൂസും ഇതിൻ്റെ ഇവിടെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഇത്തിരി എന്താ പറയുക, നമുക്കൊക്കെ ഒരു സൗഭാഗ്യം എന്ന് പറയാം. കാരണം നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കടൽ അടുത്ത് കാണില്ല. നമ്മൾ വാടാനപ്പള്ളി വരണം, അല്ലെങ്കിൽ ചാവക്കാട് വരണം. അതൊരു അത്യാവശ്യം കിലോമീറ്ററൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും സൗകര്യമുള്ള ഒരു വീട് ഇവിടെ ഉണ്ട് സ്നേഹതീരത്തിൽ. ഇവിടെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ആ അറ്റത്ത് കാണുന്നത് കടലാണ്. ഇതൊരു ചെമ്മീൻ്റെ ഒരു ഫാക്ടറിയാണ്. അതിന് തൊട്ട് അപ്പുറത്താണ് ഈ കടല്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് യാത്രയായി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഗൈസ്. അപ്പം എന്തായാലും ഇവിടുത്തെ അമ്മൂമ്മയ്ക്ക് വയ്യ. അമ്മൂമ്മനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്. അവിടുന്ന് നമ്മൾ കാറിൽ കയറി നേരെ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത സ്ഥലത്ത് നിന്ന് നേരെ നമുക്ക് ബീച്ചിലേക്കൊക്കെ വരണം എന്നുണ്ട്. ഈ മഴ പെയ്യണ സമയത്ത് നമുക്ക് അധികം ബീച്ചിൽ നിൽക്കാൻ പറ്റില്ല. നല്ല തിരമാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൂസിനെ അച്ഛൻ്റെ അടുത്ത് ഇരുത്തിയിട്ടാണ്. കാരണം ബാക്കിൽ ഇരിക്കാൻ സ്ഥലം കുറവായ കാരണം അപ്പൂസിന് അവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്താ പറയുക, ഭക്ഷണം കഴിക്കാൻ കയറിയ കാരണം അച്ഛനും അമ്മയൊക്കെ ഭക്ഷണം കഴിക്കാനുണ്ട. വാടാനപ്പള്ളിയുള്ളൊരു ഹോട്ടലിലാണ് നമ്മൾ കയറിയത്. കുഴപ്പമില്ലാത്ത ഭക്ഷണം, ഒരു ഏവറേജ് ഭക്ഷണം. നമ്മൾ തൃശ്ശൂർ കഴിക്കുന്ന പോലെയും ഇവിടെ കഴിക്കുന്നത് പോലെയും ഒരു ഡിഫറൻസ് ഉണ്ട്. കാരണം നമ്മൾ ഭാരതിലൊക്കെ കയറുകയാണെങ്കിൽ അത്യാവശ്യം ഐറ്റംസ്, കാരണം സൈഡ് കറികളും കാര്യങ്ങളും പപ്പടം പായസം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ 2 പേർക്ക് കഴിച്ചാൽ 250 രൂപയാണ്. അത്യാവശ്യം നല്ല എന്താ പറയുക, ഭക്ഷണം നമുക്ക് മതിയാവും. അതിൽ തന്നെ 2 അരികളുണ്ട്, പൊന്നിയരി ഉണ്ട്, മട്ടരി ഉണ്ട്. അല്ല പൊന്നിയുണ്ട്, പിന്നെ കുത്തരിയുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, അത് നല്ല പണ്ടോട്ടുള്ള ഹോട്ടലാണ്. ഞങ്ങൾ അവിടെ നിന്നാണ് തൃശ്ശൂർക്ക് പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കാറുള്ളത്. ഇപ്പം നോൺ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അക്ഷയ അങ്ങനെയുള്ള കടകളിലേക്കാണ് പോവാറ്. ഇപ്പോൾ നമ്മൾ വാടാനപ്പള്ളി ഇപ്പോൾ ഒരു ഹോട്ടൽ ന്യൂ ഭവനിൽ കയറിയിട്ട് ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൂടാ. കാരണം എനിക്ക് നല്ല പനിയാണ്. ഇന്നലെ തൊട്ട് ഒരു മേലുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ മഴ കൊണ്ട കാരണമെന്ന് തോന്നുന്നുണ്ട്. കഫക്കെട്ടും അതുപോലെ തന്നെ ജലദോഷം കണ്ടിട്ട് ഇടയ്ക്ക് ഈ തണവടിക്കുമ്പോഴേക്ക് അങ്ങനെ ജലദോഷം കാര്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ. അത് എന്താണെന്ന് അറിയത്തില്ല. അത് ഒരു സമയത്ത് നമ്മൾ മാറിയതായിരുന്നു. പിന്നെ തണവ് കയറി വന്നപ്പോൾ നല്ലപോലെ ജലദോഷവും കഫക്കെട്ടൊക്കെ വരാറുണ്ട്. ഇടയ്ക്ക് പനി വരാറുണ്ട്. പിന്നെ നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്ര നാളെ നമ്മൾ വർക്കൗട്ടിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പന്ത് കളിക്കാനൊന്നും പോയിരുന്നില്ല. നല്ലപോലെ വെയിറ്റ് കൂടിയിട്ടുണ്ട്. 82 കിലോൻ്റെ അടുത്ത്. എൻ്റെ അച്ഛനെക്കാട്ടും വെയിറ്റ് എനിക്ക് കൂടിയിട്ടുണ്ട്. കുംഭവയറ് വരാൻ പോവാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വർക്കൗട്ടിങ്ങും കാര്യങ്ങളും ഷട്ടിലൊക്കെ കളിക്കുന്നുണ്ട്.
പക്ഷെ എന്നാലും അത് കളിച്ച കാരണം ഷട്ടിൽ കുഴ വേദന ഉണ്ടായിരുന്നു 2 ദിവസം. ഇപ്പോൾ ഓക്കെ ആയി. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ പനി കിട്ടിയത്. പനി എന്ന് പറഞ്ഞാൽ നല്ല പനിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പം തരാം എനിക്ക് എന്താ പറയുക, തണവടിക്കുന്ന കാരണം നല്ല ഇപ്പോൾ ഒരു ഗുളിക തേക്കണ്ട, നമ്മൾ ഗുളിക വാങ്ങി കയ്യിൽ പിടിച്ചേക്കാണ്. പിന്നെ ഒരു വിക്സ് ഉണ്ട്, അപ്പം അതൊക്കെ തേച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ട്രിപ്പിന് വന്നതാണ്. കാരണം ചേച്ചിയും കുട്ടികളും ക്ലാസ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഫാമിലി ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പം അത് കാരണം നമ്മൾ വേഗം ഇപ്പോൾ കറണ്ട് ഇല്ലാത്ത കാരണമാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ജോലി ഉണ്ടാവും. ഇന്ന് മൊത്തം ഒരു 6 മണി വരെ കറണ്ട് കെട്ടുണ്ടെന്നാണ് പറഞ്ഞത് നമ്മുടെ അവിടുത്തെ ചേട്ടൻ, ഓവർസിയറാണ്. അപ്പോൾ ആൾ പറഞ്ഞു ഇന്ന് കറണ്ട് പൂട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പോസ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റി സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്, കറണ്ട് പോക്കാണ്. അപ്പോൾ അത് കാരണം നമ്മൾ പ്ലാൻ ചെയ്തു എന്ത് വേണമെന്ന്. അപ്പോൾ സ്നേഹതീരം പോയി. സ്നേഹതീരത്ത് ഒരു അച്ചാച്ചനും ഒരു അമ്മൂമ്മയുണ്ട് കേട്ടോ. ആ അച്ചാച്ചൻ കടലിലേക്കൊക്കെ പോണതാണ് മീൻ പിടിക്കാനൊക്കെ. അവിടുത്തെ അമ്മൂമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാണ്ടായപ്പോൾ ആൾക്കിപ്പോൾ ജോലിക്ക് പോകാനും കാര്യങ്ങൾക്കൊന്നും പറ്റിയില്ല. അപ്പോൾ അമ്മൂമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ അമ്മൂമ്മേനെ കാണാൻ വേണ്ടിയിട്ട് കുറേ നാളായി ആഗ്രഹിക്കുന്നു പോകണം എന്നൊക്കെ അച്ഛന്. അപ്പോൾ ആ അമ്മൂമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണ് കേട്ടോ. അപ്പോൾ പോയി ത്രിലോകിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ത്രിലോകിനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അമ്മൂമ്മയ്ക്ക് നല്ല പോലെ വയ്യ, എനിക്ക് നടക്കാനൊക്കെ ഇത്തിരി പ്രയാസമായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചികിത്സയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അമ്മൂമ്മേനെ കാണാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ അമ്മൂമ്മയുടെ വീടിൻ്റെ തൊട്ട് അപ്പുറത്താണ് സ്നേഹതീരം ബീച്ചുള്ളത് കേട്ടോ. അപ്പം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തിരയുടെ ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. ഇന്ന് നല്ല എന്താ പറയുക, നല്ല ശബ്ദവും കാര്യങ്ങളൊക്കെയാണ്. കാരണം മഴ പെയ്യണത്, കടലിൻ്റെ ഉൾക്കടലിൽ മഴ പെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അത് കാരണം ചിലപ്പോൾ തിരക്ക് നല്ല ശക്തി കൂടുതലാണ്. അപ്പോൾ വെള്ളത്തേക്ക് ഇറക്കില്ല. നമ്മളെന്തായാലും അവിടെ നിന്ന് പോയതല്ല. അപ്പം എന്തായാലും നമുക്ക് കുട്ടികളായിട്ട് ഒന്ന് കാണാം. അവർക്ക് ക്ലാസ് തുടങ്ങാറായി. അപ്പോൾ ഇതുപോലെ യാത്രയും കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് കാരണം നമ്മൾ ഇപ്പോൾ വണ്ടി എടുത്തു, നേരെ പോവുക. വണ്ടി നമ്മുടെ കയ്യിലുണ്ട്, പെട്രോൾ അടിക്കുക, നമ്മൾ പോവുക. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ബീച്ചിലേക്കാണ് പോകട്ടെ. ബീച്ചിൽ ഹോട്ടലുകളൊന്നും തുറന്നിട്ടില്ല. ഇന്നലെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം അവിടെ ഹോട്ടലുകൾ എന്താണെന്ന് അറിയില്ല, ഇത് കാരണമാണോ എന്നറിയില്ല. നല്ല മഴയാണ്. ഇനിയിപ്പോൾ അത് കീർത്തനയ്ക്ക് ഫോണിൽ കൂടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുറച്ച് ജില്ലകളിലൊക്കെ നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അതിലൊന്ന് തൃശ്ശൂരാണ്. അപ്പോൾ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ നല്ല കാറ്റും ഇതൊക്കെ വരുമ്പോൾ നമ്മൾ വേഗം ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ നമ്മൾ തൃശ്ശൂർക്ക് പോവുകയാണ് ചെയ്യുക. അവിടെയും നല്ല മഴയാണെന്ന് പറഞ്ഞാണത്. അപ്പോൾ കുറച്ച് ബട്ടൺ വയ്ക്കാൻ, നമ്മുടെ തുണികൾ ബട്ടൺ വയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. അതും വാങ്ങി നേരെ വീട്ടിലേക്കാണ്. ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഇത്രയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ചിപ്പോൾ അവർ വരാണ് കേട്ടോ. ബാത്റൂമിലൊക്കെ ഒന്ന് കയറി ഫ്രഷായിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ നല്ല പനിയാണ് കേട്ടോ. എനിക്ക് തൊട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് നല്ല എന്താ പറയുക, ഒരു തണവടിച്ചപ്പോൾ നല്ല പനി ശരിക്കും കിട്ടി. പിന്നെ അതിന് തലേ ദിവസം മാതിര വന്നതിൻ്റെ ഒരു ചിലവുണ്ടായിരുന്നു. അതിന് ചിക്കനും കഴിച്ചു. അപ്പോൾ ചിലപ്പോൾ അതും എല്ലാത്തിനും ഇതാവും. പനി തുടങ്ങി വരെയാവുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചിക്കനും കഴിച്ചു. അപ്പോൾ നമ്മൾ ചിക്കൻ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. നമ്മൾ സാമ്പാർ മോര് രസം കൂട്ടി കഴിച്ചു. മോരുണ്ടായിരുന്നില്ല, രസം കൂട്ടി കഴിച്ചു. പിന്നെ ഒരു അയില വറുത്തുണ്ടായിരുന്നു, അത് ചെറുതായിട്ട് കഴിച്ചു. ഇനിയിപ്പോൾ അതെ ഞങ്ങൾ ബീച്ചിലേക്കാണ് പോണത്. അമ്പാടി 2ാമത്തെ തൊട്ടാകുന്നുണ്ട്. അവൻ കണ്ടിട്ടുള്ള ബീച്ച് ഡേഞ്ചർ ബീച്ചുകളാണ്. ഏതാ ശംഖുമുഖം ബീച്ച്, ഇറങ്ങാൻ പോലും പറ്റില്ല. അപ്പോൾ അവിടേക്ക് പോയി. ഇപ്പോൾ അതേ സ്നേഹതീരം കുഴപ്പമില്ല എന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ ഇനി ഇറങ്ങാൻ പറ്റുമോ എന്നറിയില്ല. കാലൊന്നും നനപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ അവരിതേ വരുന്നുണ്ട് കേട്ടോ. അച്ഛനമ്മയൊക്കെ വരുന്നുണ്ട്. കീർത്തനയാണ് ഫ്രണ്ടിൽ വരുന്നത്. ഫോക്കസ് ആവണില്ല. യെസ്, കീർത്തനയാണ് വരുന്നത്. മിഠായി വാങ്ങിയ മിഠായി ചാവി എടുക്കട്ടെ. അമ്പാടി തുള്ളി എന്ത് അച്ഛൻ ചാവി ഇട്ടിട്ട് തുറന്നുണ്ട്. എന്താ നമ്മൾ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കടലിൽ നല്ല മഴ പെയ്യാണെങ്കിൽ ഇറങ്ങാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പൂസ് റെയിൻകോട്ടൊക്കെ എടുത്തിട്ടാണ് വരണത്. പ്രതീക്ഷിച്ചത്ര കാറ്റാണ് ഉണ്ടായിരുന്നത്. മഴ ചെറിയൊരു ചാറ്റിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്തായാലും മഴ നനയുണ്ടാകുന്ന വിചാരിച്ചിട്ട് കീർത്തന കോട്ടിട്ടു. ബാക്കി ആരാധ്യ അപ്പൂസും കടലിൽ ഇറങ്ങി ചേച്ചി ഉണ്ടായിരുന്നു.
അമ്പാടിക്ക് ഒരു കുടയും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മൾ ബീച്ചൊന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ്. അതേ നമ്മുടെ അമ്പാടീനെ അതേ വെള്ളത്തേക്ക് ഇറക്കിയേക്കാണ് കേട്ടോ. അവനാണെങ്കിൽ എന്താ പറയുക, നല്ല കരച്ചിലാണ്. ഈ തിര വരണ കാരണം അവന് നല്ല പേടിയുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് കാരണം ചെറുതായിട്ട് ഇങ്ങനെ ഓളിയിടുന്നുണ്ട് കേട്ടോ. അവന് ചെറിയൊരു പേടിയുണ്ട്. കാരണം തിരമാല അവനെ പെട്ടെന്ന് ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ കീർത്തന താഴത്തേക്ക് വെക്കാൻ നോക്കിയപ്പോൾ അവന് സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ അതെ അവന് പേടിയുണ്ട്. പക്ഷെ എന്നാലും ഏകദേശം പ്രായമാകുമ്പോൾ അവന് പേടി മാറുന്നു ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പം അമ്പാടി ഇത് എവിടെ കാറ്റുള്ള വന്നിരിക്കാമല്ലോ. ഇവിടെ അവിടെയാണ് അവരവിടെയാണ്. നല്ല കാറ്റുണ്ട്. അമ്പാടി എങ്ങനെയുണ്ട് ബീച്ച്? പിന്നെ അങ്ങനെ ബീച്ചിൽ നിന്ന് നമ്മൾ കയറി ചെറുതായിട്ട് ചുക്ക് കാപ്പി കുടിക്കാന്ന് വിചാരിച്ചു. നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ചൂട് കുറഞ്ഞിട്ടുണ്ട് ചുക്ക് കാപ്പിയുടെ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. കാരണം എനിക്ക് പനിയുള്ള അപ്പൊ കീർത്തനാണ് എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് എന്താ പറയുക, നല്ല തണവുള്ള സമയത്ത് ചൂടോടക്കന്നെ ചുക്ക് കാപ്പി അടിക്കുമ്പോൾ ഒരു വേറെ ഒരു മൈൻഡാണ്. ഇവിടുത്തെ നോക്കിയ ആ കടലിലെ സംഗീത, ഇവിടുത്തെ ഈ കടലിന്റെ ഉപ്പുകല്ലേ, അതിന്റെ കാറ്റിന്റെ ഫലമാണ് ആ ജല്ല നോക്കിയ ചെറുമ്പോന്നിട്ടുണ്ടോ അത് വീടിന്റെ ഉപ്പുരസം ആ കാറ്റടിച്ചിട്ട് വെക്കുക. അത് ഉപ്പ് കാറ്റ്. അങ്ങനെ ഇറങ്ങിയപ്പോൾ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി മഴ കിട്ടിയിട്ടാണ്. നമുക്ക് വണ്ടി എടുക്കുമ്പോൾ ഒന്നും കാണില്ല. അതുപോലെ നല്ല മഴയായിരുന്നു. ആ മഴയത്താണ് നമ്മളിനി കുട്ടികൾക്ക് പഠന സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നുണ്ട്. എല്ലാവരും സ്കൂൾ തുറക്കാറായി. അവർക്ക് വേണ്ടിയിട്ട് ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നു. അത് നേരെ നമ്മൾ തൃശ്ശൂർക്കാണ് പോണത്. ഈ മഴ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്തായാലും ചിലപ്പോൾ വെള്ളം കയറാൻ സാധ്യതകളുണ്ട്. പിന്നെ ക്ലാസ് തുടങ്ങുമ്പോൾ നല്ല മഴയും കാര്യങ്ങളും കുട്ടികൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. റെയിൻകോട്ടും കാര്യങ്ങളും അതുപോലെ ഉള്ള സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാനാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നല്ല മഴയത്താണ് ഇപ്പോൾ നമ്മൾ ഡ്രൈവിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തിയിട്ട് അപ്പോൾ ആരാധികയ്ക്കും അപ്പൂസിനും ബാഗും കാര്യങ്ങളും അതുപോലെ തന്നെ ബുക്ക്, ബോക്സ്, അങ്ങനെയുള്ള പഠിക്കാനുള്ള എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ട് അത് വാങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെരുപ്പുകൾ, ഇതിനൊക്കെ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മഴയത്ത് തന്നെ ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ വണ്ടിയിൽ കിടക്കാറുണ്ട്. എനിക്ക് വയ്യാത്ത കാരണം ഞാൻ വണ്ടിയിൽ കിടന്നു. ചേച്ചിയും അതുപോലെ തന്നെ അച്ഛനും അമ്മയും കീർത്തനയൊക്കെ കൂടി നേരെ ഷോപ്പിങ്ങിന് പോയേക്കായിരുന്നു. നമ്മൾ സ്ഥിരം വാങ്ങാറുള്ള കടയുണ്ട്. ആ കടയിൽ പോയിട്ടാണ് നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങാറ്. അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത്. അപ്പോൾ അതേ ഓരോന്നായിട്ട് അവരിങ്ങനെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അവരുടെ ഒരു സന്തോഷമാണ്. കാരണം അവർ പഠിക്കാൻ പോണതിൻ്റെ പുതിയ പുതിയ സാധനങ്ങളും കാര്യങ്ങളും അതിൻ്റെ ഒരു വേറെ ഒരു സന്തോഷം തന്നെയാണ് അവർക്കുള്ളത്. എന്താ പറയുക, ബുക്ക്, അതുപോലെ തന്നെ ബുക്ക് പൊതിയണത്, സ്ലൈറ്റ് ഇല്ല എന്നുണ്ട്, ബുക്കാണിപ്പോൾ. നമ്മൾ ആദ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ലൈറ്റും കാര്യങ്ങളും, അപ്പൂസിനൊക്കെ സ്ലൈറ്റും കാര്യങ്ങളൊക്കെ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലൊക്കെ സ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൂസ് 3ലേക്കാണ്, ആരാധ്യ 6ലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇവർ നമ്മുടെ അവിടെ ആയിരുന്നു പഠിച്ചേർന്നത്. പേരാലോ സ്കൂളിലായിരുന്നു ആരാധ്യ പഠിച്ചേർന്നത്. അപ്പൂസ് നമ്മുടെ തൊട്ടടുത്ത് ചൂലിശ്ശേരി സ്കൂളിൽ, ഞാൻ പഠിച്ച ചൂലിശ്ശേരി സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവരനെ TC വാങ്ങിയിട്ട് അവർ കുന്നംകുളത്തേക്ക് പോവുകയാണ്. അപ്പോൾ കുന്നംകുളത്തുള്ള ഒരു സ്കൂളിലാണ് അവരനെ അവിടെ ചേർത്തിയേക്കണത്. അപ്പോൾ അത് അമ്പാടിയും ഇതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. കാരണം ബുക്കും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് അവൻ ബുക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിച്ചു കീറും. പിന്നെ അതേ ഒരു പാന സെറ്റ്, അതുപോലെ തന്നെ ബുക്കുകൾ, പലതരം ബുക്കുകളുണ്ട്. 2 വരെയുണ്ട്, 4 വരെയുണ്ട്. അതൊക്കെ വാങ്ങണം ഇവർക്ക്. കാരണം കയ്യക്ഷരം നന്നാവാൻ വേണ്ടിയിട്ടാണ് ഈ 2 വരെ 4 വരെയൊക്കെ വാങ്ങിയത്. പിന്നെ അതേ അമ്പാടി തൊട്ടപ്പുറത്ത് ഇരുന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് അവനാണ് ഇനി പഠിക്കാൻ പോണ കുട്ടിയുള്ളത്. ആരാധ്യ അപ്പൂസിൻ്റെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ. അപ്പോൾ
അവന് ഏകദേശം 1 വയസ്സ് ആവാറായിട്ടുള്ളൂ കേട്ടോ. ഇനിയുണ്ട് സമയം. എന്നാൽ അവൻ ഇതിൻ്റെ ഇടയിൽ കിടന്ന് ബുക്കും കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലായിടത്തും പുറത്തേക്ക് വലിച്ച് ഇടുന്നുണ്ട് കേട്ടോ. അവന് അതിൻ്റെ ഒരു സന്തോഷം അവൻ്റെ. അതിൻ്റെ ഇടയിൽ അപ്പുചേട്ടൻ്റെ ബുക്കും കാര്യങ്ങളും റബ്ബറൊക്കെ വായയിലൊക്കെ ഇടാൻ നോക്കുന്നുണ്ട്. മഴക്കാലമായ കാരണം 2 പേർക്കും 100 രൂപയുടെ ഒരു കോട്ട് നമ്മുടെ വൃന്ദേച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വൃന്ദേച്ചി ദീപം കൊടയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അവിടെ നിന്ന് വൃന്ദേച്ചി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റേ റെയിൻ കോട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ സ്കൂള് അടുത്താണ് അവരുടെ ഉള്ളത്. അവർക്ക് എന്തായാലും വണ്ടിയിലാണ് അവർ പോണത്. എന്നാലും റെയിൻ കോട്ട് നമ്മൾ കരുതിയിട്ടുണ്ട്. കാരണം ട്യൂഷനൊക്കെ പോവുകയാണെങ്കിൽ മഴയത്ത് ഈ കുട പിടിച്ച് പോകുമ്പോൾ നനഞ്ഞിട്ട് പോവും. ഇതാവുമ്പോൾ നമുക്ക് സൗകര്യമാണ്, കോട്ട് ഇടിച്ചിട്ട് വിടാം. അപ്പോൾ ഇവിടെ അമ്പാടി ബുക്കൊക്കെ എടുത്ത് എറിയുന്നുണ്ട് കേട്ടോ. അവന് ഇതെന്താന്ന് പോലും അറിയില്ല, ഇതെന്താണ് സാധനം എന്ന് പോലും അറിയില്ല. അവൻ ഇവരുടെ ഇടയിൽ കിടന്നിങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വലിച്ചെറിയുക, ഓരോന്നെടുക്കുക. അതാണ് അവൻ്റെ ഡ്യൂട്ടി. അതാണ്. അപ്പോൾ അതാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കണത്. സന്തോഷായോ? ഹാപ്പി, വെരി വെരി. ഇഷ്ടായില്ലേ? ബാഗോ? ബാഗ് എനിക്ക് ഇഷ്ടായി. എല്ലാം നീ എന്നെ സെലക്ട് ചെയ്തിട്ടല്ലേ?